അൽ അസ്ലു ഫീഹി ഖൗലുഹു തആല, നോമ്പിന്റെ അടിസ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്കാണ്. സൂറത്തുൽ ബഖറയിലെ 183 മുതലുള്ള ആയത്ത് നോമ്പുമായി ബന്ധപ്പെട്ട ആയത്തുകളാണ്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞാണ്, യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, വിശ്വാസം സ്വീകരിച്ചവരെ. കാരണം ഇത് ശരീഅത്തിന്റെ ഒരു നിയമമാണ്. വിശ്വാസം സ്വീകരിക്കാത്ത ആളുകളോട് യാ അയ്യുഹന്നാസ് എന്ന് പറഞ്ഞിട്ട് നോമ്പെടുക്കാൻ പറയുകയില്ല. കാരണം നാസ് എന്ത് വേണം? നാസ് ആദ്യം ഇസ്ലാമിലേക്ക് പ്രവേശിക്കണം. പിന്നീട് ഒരാൾ വിശ്വാസം സ്വീകരിച്ചു കഴിഞ്ഞ ആളോടാണ് പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്കും നോമ്പ് നിർബന്ധമാക്കിയതുപോലെ എന്നുള്ളത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കി ഇറക്കിയിട്ടുള്ള ആയത്ത് ഈ ആയത്താണ്. ഈ ആയത്തിൽ ഏതു ഭാഗത്താണ് നോമ്പ് നിർബന്ധമാക്കി എന്ന വാക്കുള്ളത്? ആർക്കാണ് അറിയുക? ഏത് ഭാഗത്താണ് നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന വാക്കുള്ളത്? യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. ഏത് ഭാഗത്താണ് നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമായി എന്ന വാക്കുള്ളത്? കുതിബ അലൈക്കും, നിങ്ങൾക്കുമേൽ നിർബന്ധമാക്കി. കുതിബ, കതബക്ക് വേറെയും ഒരു അർത്ഥമുണ്ട്, ഫറദ, നിർബന്ധമാക്കി എന്ന അർത്ഥമുണ്ട്. കതബ എന്ന് പറഞ്ഞാൽ ഫറദ, നിർബന്ധമാക്കി. കുതിബ അലൈക്കും, നിങ്ങൾക്കുമേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നേർക്ക് നേരെ നോമ്പ് നിർബന്ധമാണ് എന്ന് പറയുകയാണ്. അതോടൊപ്പം പറഞ്ഞു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ള ഉമ്മത്തിങ്ങൾക്കും, നിങ്ങൾക്ക് മുമ്പുള്ള സമുദായങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. എന്നാൽ അതിന്റെ രൂപം എങ്ങനെയാണ് അത് നമുക്ക് അറിയില്ല. കാരണം ശരീഅത്തിൽ ചില കാര്യങ്ങൾ, സമാനമായ പ്രവർത്തനങ്ങൾ കഴിഞ്ഞുപോയ ഉമ്മത്തിനുണ്ടാകും. പക്ഷെ അത് എങ്ങനെയാണ്, അതിന്റെ കൈഫിയത്ത് നമുക്കറിയില്ല. പക്ഷെ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യം എന്ത് തന്നെയായാലും ഈ ഉമ്മത്തിലുള്ളതായിരിക്കും ഏറ്റവും എളുപ്പമുള്ളത്. കാരണം ഈ ഉമ്മത്തിലെ ഇബാദത്തുകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേറ്റം എളുപ്പമുള്ള ഇബാദത്താണ് നമുക്ക് നൽകിയിട്ടുള്ളത് എന്ന് കാണാം. നിസ്കാരത്തിന്റെയും മറ്റുമൊക്കെ നമുക്കറിയുന്ന കാര്യങ്ങളാണ്. കഴിഞ്ഞുപോയ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം നിസ്കരിക്കണമെങ്കിൽ ഇതേപോലെയുള്ള മസ്ജിദുകൾ അവർക്ക് നിർബന്ധമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. നമ്മളൊരു യാത്ര പോകുന്ന സമയത്ത് നമ്മളൊരു ഇന്ന സ്ഥലത്താണ്, അവിടെ നിസ്കാരത്തിന്റെ സമയമായാൽ നമുക്ക് അവിടെ പായ വിരിച്ച് നിസ്കരിക്കാം. നമുക്ക് മസ്ജിദിലേക്ക് ഓടിയെത്തുക എന്നുള്ളത് എന്തില്ല, അവിടെ നിർബന്ധമാകുന്നില്ല. എന്നാൽ കഴിഞ്ഞുപോയ ഉമ്മത്തുകൾക്ക് അങ്ങനെയല്ല. അവർക്ക് എവിടെ ചെന്നാലും സമയമായാൽ മസ്ജിദിലേക്ക് വരേണ്ടിയിരുന്നു. അല്ലാഹു തആല നമുക്ക് എളുപ്പം നൽകിയിട്ടുള്ള കാര്യമാണ്. അതിൽപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ സഹോദരങ്ങളെ കാണാൻ സാധിക്കും. ഇനി ഈ ആയത്തിൽ നിന്ന് പണ്ഡിതന്മാർ പറഞ്ഞ മറ്റൊരു കാര്യമാണ് കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ സമുദായത്തിനൊക്കെ നോമ്പുണ്ട്. അപ്പൊ എല്ലാ സമുദായത്തിനും നിലനിൽക്കുന്നതായ ഒരു അമൽ, അതിൽ വലിയ മസ്ലഹത്തുള്ള, അഥവാ അതിന്റെ മസ്ലഹത്ത് എന്ന് പറയുന്നത് എന്നെന്നും നിലനിൽക്കുന്ന മസ്ലഹത്താണ്. അതുകൊണ്ടാണ് എല്ലാ ഉമ്മത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിശ്ചയിച്ചിട്ടുള്ളത് എന്നാണ്. അപ്പൊ നോമ്പ് ഒരു മനുഷ്യനെ നൽകുന്ന മസ്ലഹത്ത്, ഉപകാരം എന്ന് പറയുന്നത് ചില്ലറയല്ല.